നമസ്കാരം, എന്റെ പേര് അമർനാഥ്. ഞാൻ ഉണ്ടാക്കിയ കാളയാണ്. ഇതിന്റെ പേര് മാണിക്ക്, ഇതിന്റെ പേര് ഓണാട്ടിയതിന്, ഇതിന്റെ പേര് കോട്ടയത്തിലെ കരുതവൻ. ഇത് 3 കാളയാണ്. ഈ കാളത്തിന്റെ തല ഞാൻ ഉണ്ടാക്കിയ ചകിരയുടെയാണ്. ഇത് നമ്മള് കെട്ടിട്ട് ഉണ്ടാക്കിയ തലയാണ്. ഇതാളിലെ തെന്നച്ചിരിയുടെ ഉണ്ടാക്കിയ തലയാണ്. എത്ര ദിവസം കൊണ്ടാ പണിഞ്ഞേ? 10 മിനിറ്റ് ആണോ? എന്തൊക്കെയാ ഉണ്ടാക്കിയേക്കുന്നത്? ഇത് പേപ്പർ ഇങ്ങനെ ചുരുട്ടി ഒട്ടിച്ച് വെച്ചേക്കുക. ഇങ്ങനെ വെച്ചേക്കുക. തല പോരിക്കാൻ വേണ്ടി വെച്ചത് ടേപ്പാണിത്. അതേപോലെ തന്നെ ഇതിന്റെ ചക്രം അതേപോലെ തന്നെ ചക്രം ഓരോ പെട്ടിയുടെ ബോക്സ് വെച്ചാണ്. ഇതാണ് ഓരോ സാധനം. ഇതിന്റെ ചട്ടം ഇങ്ങനൊരു സാധനം വെച്ചാൽ ഓരോ ഡപ്പ ചേർത്താണ് ചട്ടം ഉണ്ടാകുന്നത്. എല്ലാ പ്രാവശ്യം ഇത് കാണുമ്പോ ഞങ്ങളുടെ ഒറിജിനൽ കാളകളോടാ കാണുമ്പോ ഏറ്റവും കാളെ പോലെ ഞങ്ങൾ തോന്നുന്നത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏത് സ്കൂളാ? ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് താഴത്തോളക്കട. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സ്കൂളിൽ വരുന്നു. സ്കൂളിന്റെ പേര് GDV LPS. ഈ ചെവിയും കൊമ്പും കാരി, ഈ കാളയുടെ ചെവിയും കൊമ്പും കാര്യങ്ങൾ ഇത് മണക്കിങ്ങനെ വെച്ചാണ് ചെവിയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് കാളയുടെ കുഞ്ഞിനെ ഇങ്ങനെ ഇരിപ്പിച്ച് ആ ചെവികള് അടിച്ചതുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടായോണ്ട് ഞങ്ങള് കരികളുണ്ടായി കാളത്തലയാണ്. അല്ല, ഇതിന്റെ പേര് മാണിക്ക്. മാണിക്ക, തിരുവനന്തപുരത്ത് മാണിക്ക പോയതാ? വരികയാണ് ജാതിമത ഭേദമന്യേ ഈ നാട്ടിൽ ചങ്കോറ്റുള്ള പിള്ളേർ തെയ്യം പിടിച്ച് ഈ നാട്ടിന്റെ ആവേശത്തിന്റെ നുറുകിലേക്ക് സമർപ്പം ക്ഷണിച്ചു കൊണ്ടുവരികയാണ് കകട വികാരി അന്തേകാസുരൻ. ഇത് ചെറുതായിട്ട് ഇളവുന്നുണ്ട്. അതോ? അടിപൊളിയായിട്ടുണ്ട്. കണ്ടുപിടിച്ച ഞാന് ഉണ്ടായതല്ലേ ഞാന്. ഈ കൊടയായിരുന്നു ഇതിന്റെ ഉണ്ടാക്കിയെടുത്ത കൊടയൊക്കെ ഉണ്ടായിരുന്നില്ലേ? അതൊക്കെല്ലാം താന്ന് മണ്ണിലേ പോയി. ഇത് എന്തായാലും രസമുണ്ട്. ഇത് കാണുമ്പോ എല്ലാം വാങ്ങിയിട്ട് കാണാനുള്ള അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇങ്ങനെ കുളിക്കുമ്പോ അടിപൊളിയായിട്ടുണ്ട്. സൈഡിൽ കാണുമ്പോ ഇതിന് പേര് മാണിക്കനാണ്. എവിടുത്തെ മാണിക്കനാ? ഇതാണ് കുന്നമ്പലത്തെ ദേവക്ഷേത്രം കാളയാണ്. അതേപോലെ ഞാൻ എന്നും കുന്നമ്പലത്ത് പോകുമ്പോ സ്കൂൾ ബസ്സിൽ നിന്ന് തിരിച്ചിങ്ങനെ വരുമ്പോ സ്റ്റേജിൽ ചെറിയ മാണിക്കിന്റെ സ്റ്റേജില് ചെറിയ കാളകളെ എന്നും കാണും. ഞാൻ അമ്മയുടെ കൂടെ അമ്പലത്തിൽ പോകുമ്പോ അമ്മയോട് പറയും, കുന്നമ്പലത്ത് അമ്പലത്തിൽ പോകുമ്പോ അമ്മയോട് പറയും, അമ്മ സ്റ്റേജിൽ കാളയുണ്ട്, അത് കുലിക്കിട്ട് വരാന്ന് പറഞ്ഞ് ചെയ്യുമായിരുന്നു. ആ കാളകളെ ഓർമ്മ വേണ്ടിയാ ഞാൻ ആഗ്രഹിക്കുന്നത് വലുതാകുമ്പോ കാളകളെ ഉണ്ടാക്കാനെ. എല്ലാവർക്കും എന്റെ കാള ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാരും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക.